ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളത്തിന്റെ ചരിത്രത്തിൽ നാളെ നിർണായക ദിനമാണ്. 3.5 കോടി ജനങ്ങളിൽ അതിദരിദ്രരായി ആരും അവശേഷിക്കുന്നില്ല എന്ന് സർക്കാർ പ്രഖ്യാപിക്കും. തുടർ പ്രക്രിയയിലൂടെ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും കൈപ്പിടിച്ച് ഉയർത്തിയെന്ന് സർക്കാർ അവകാശപ്പെടും. രാജ്യത്ത് മറ്റൊരു നാടിനും അഭിമാനിക്കാനാകാത്ത നിസ്തുല നേട്ടം. അപ്പോഴും ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങൾ, 4.85 ലക്ഷം മനുഷ്യർ, അവരെല്ലാം അതിദാരിദ്ര്യം മറികടന്നെന്നാണോ? അന്ത്യോദയ അന്ന യോജനയിൽപ്പെട്ട 5.92 ലക്ഷം കുടുംബങ്ങൾ അതിന് പുറത്തെത്തിയോ? അഗതികൾ മാത്രമാണോ അതിദരിദ്രർ? അവർക്കെല്ലാം ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ? പട്ടിണി പമ്പ കടന്നു എന്നതാണ് ചോദ്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അല്പസമയത്തിനകം ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകും. അദ്ദേഹം ചർച്ചയിൽ ഉടനീളം ഉണ്ടാകില്ല. ഡോക്ടർ ജിജു പി അലക്സ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ചർച്ചയിലുണ്ട്. ശ്രീ സി പി ജോൺ CMP പ്രതിനിധി ചർച്ചയിലുണ്ട്. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി ജോർജ് പൊടിപാറയും. ആദ്യം ഞാൻ പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സിലേക്ക് പോവുകയാണ്. ഡോക്ടർ ജിജു, ഇതിപ്പോൾ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ മറുപടി നൽകാൻ അങ്ങ് ആളല്ല. എന്നാൽ പോലും ഈ അതിദാരിദ്ര്യരെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രോസസ്സ് അതെങ്ങനെയാണ് അതിലൂടെ കടന്നു പോയത്? ഇത്ര പെട്ടെന്ന് 2021 ആണ് മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായതെന്ന് പറയുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ എണ്ണം 64,000-ലേക്ക് കുറയ്ക്കാനും 64,000 പേരെ കണ്ടെത്താനും അവരെ പൂർണ്ണമായും അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനും എങ്ങനെ സാധിച്ചു എന്നാണ്. അതുകൂടി മറുപടി പറയേണ്ട കാര്യമല്ലേ? തീർച്ചയായും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ വളരെ കാലങ്ങളായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള നിരവധി പരിപാടികൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ കേവല വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നാം ചരിത്രപരമായി നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, നയസമീപനങ്ങൾ അത് ദാരിദ്ര്യത്തെ ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വരുമാനത്തെ മാത്രം ഉപജീവിച്ച് ദാരിദ്ര്യത്തെ നിർവചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതിനപ്പുറത്തേക്ക് ദാരിദ്ര്യത്തിൻ്റെ മറ്റു മാനങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു മാതൃകയാണ് കേരളം പണ്ട് മുതലേ സൃഷ്ടിച്ചത്. അപ്പം അതുകൊണ്ടാണ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, മറ്റു മേഖലകളിലൊക്കെ നമ്മൾ വലിയ തോതിൽ പൊതുമേഖലയിൽ മൂലധന നിക്ഷേപം നടത്തുകയും അതിൻ്റെ ഫലമായി നമുക്ക് വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 1996 നമ്മൾ ഏതാണ്ട് നമ്മുടെ മുഴുവൻ പദ്ധതി വിഹിതത്തിൻ്റെ 30% തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തുകൊണ്ടുള്ള വളരെ വിജയകരമായ മറ്റൊരു മാതൃക കൂടി സൃഷ്ടിച്ചു. അപ്പം അതുകൊണ്ട് എന്താ ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദരിദ്രരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ധനപരമായിട്ടുള്ള ശേഷിയും ഒക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു. വാർഡ് തലത്തിൽ ഉൾപ്പെടെ നിരവധി പ്രോജക്റ്റുകൾ, പദ്ധതികളൊക്കെ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതും നമ്മുടെ പൊതുവായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആദിവാസികൾ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, അതുപോലെ തന്നെ മറ്റ് അധസ്ഥിത വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വലിയൊരു സാധ്യത നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ പൊതുവെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഇവിടെ അതിദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ നിർവചിച്ചത് വിവിധങ്ങളായിട്ടുള്ള ക്ലേശഘടകങ്ങൾ. ആ ക്ലേശഘടകം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഉപജീവനത്തിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ രോഗചികിത്സയ്ക്കോ ഒന്നും സാധ്യമല്ലാത്ത ചില അതിദാരിദ്ര്യത്തിൻ്റെ ഒറ്റപ്പെട്ട തുരുത്തുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ കഴിയുന്നത്ര സൂക്ഷ്മതയോടെ കണ്ടെത്തുന്നതിനും അവരെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണോ ആ ഘടകങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചുകൊണ്ട് അതിനൊക്കെ പ്രതിവിധി തേടുക എന്നുള്ള ഒരു തന്ത്രമാണ് സ്വീകരിച്ചത്. ഡോക്ടർ ജിജു പി അലക്സ്, പക്ഷേ അതിദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യാഖ്യാനമാകണം പൊതുവിൽ അത് അനുഭവിക്കുന്നവരുടെ വ്യാഖ്യാനം എന്നില്ലല്ലോ. ഇപ്പോൾ വീടില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ ഒക്കെ അതിദരിദ്രർ തന്നെയാണ്. ആദിവാസികളുടെ കണക്ക് എത്രത്തോളം ആദിവാസികൾ ഈ പറയുന്ന 64,000-ൽ പെടുന്നുണ്ട്? അതൊരു ചോദ്യമല്ലേ? അത് അവരിൽ നിന്ന് തന്നെ, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് തന്നെ ആ ചോദ്യം വരികയാണ്.
തീർച്ചയായും നമ്മൾ ഇതിൻ്റെ ഈ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ഈ രീതിശാസ്ത്രം 2021 മുതൽ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അത് നിങ്ങൾക്ക് ഇവർക്കും അറിയാവുന്നതുമായിരിക്കും. ഇപ്പോൾ ഇവരെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വലിയ തോതിലുള്ള പങ്കാളിത്ത പ്രവർത്തനത്തിലൂടെയാണ്. ഓരോ പ്രദേശത്തുമുള്ള വാർഡുകളിൽ അവിടെ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ, കുടുംബശ്രീയുടെ അംഗങ്ങൾ, അതുപോലെ തന്നെ ആശ്രയ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, ഇവരുടെയൊക്കെ പൊതുവായിട്ടുള്ള ചർച്ചകളിലൂടെ ആ പ്രദേശത്ത് ഈ അതിദാരിദ്ര്യം എന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച തരത്തിൽ അത് ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഒന്നൊന്നായിട്ട് പറയാൻ എനിക്ക് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. സമയം തരികയാണെങ്കിൽ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ആ ഘടകങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചുകൊണ്ട് അതിനകത്ത് ആ ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ആരൊക്കെയുണ്ട് എന്നുള്ളത് ആദ്യം ഒരു നിർണയം നടത്തുക ചെയ്തത്. അവരുടെ ലിസ്റ്റ് വീണ്ടും സൂക്ഷ്മമായി നിരവധി തലങ്ങളിൽ പരിശോധിച്ചുകൊണ്ടാണ് ഈ 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ആശ്രയ എന്ന് പറയുന്ന പദ്ധതി 2002 തുടങ്ങിയതാണ്. അത് 2017 ആയ സമയത്ത് ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ കേരള എന്ന് പറയുന്ന പദ്ധതിയായിട്ട് മാറി. ഈ അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയയിൽ നമ്മൾ വെച്ചിരുന്ന ഒരു മാനദണ്ഡം ഈ പറയുന്ന പദ്ധതിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ പ്രയോജനം സിദ്ധിക്കുന്നവരെ, ലഭിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട എന്നാണ്. അപ്പോൾ അങ്ങനെ ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. ആ വ്യവസ്ഥകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഈ വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നതിന് കാരണം ഏതെങ്കിലും വിധത്തിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സഹായം ലഭിക്കുകയും ഭക്ഷണത്തിനോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഉപജീവന സുരക്ഷയ്ക്കോ ഒക്കെ അവർക്ക് വേറെ ഏതെങ്കിലും സ്രോതസ്സുകളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട് എങ്കിൽ അവരെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ പ്രത്യേക പരിപാടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. കാരണം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നോ അതെങ്കിലും മറ്റേതെങ്കിലും പദ്ധതികളിൽ നിന്നോ ഒക്കെ പല വിധങ്ങളായി അവർക്ക് സഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. ആ സഹായം തീരെ ലഭിക്കാത്തവരും ആ സഹായത്തിന് വേണ്ടി പോകാൻ കഴിയാത്തവർ, അതുപോലെ തന്നെ ശയ്യാവലംബികളായിട്ടുള്ളത്, അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങൾ, മാരകമായ രോഗം പിടിപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ഉപജീവനത്തിന് വകയില്ലാത്തവർ, വരുമാന മാർഗം അവസാനിച്ചവർ എന്നിങ്ങനെ തുടങ്ങി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള അതിവിശദമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ തിരഞ്ഞെടുത്തത്. ആ മാനദണ്ഡങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാനദണ്ഡങ്ങൾ വളരെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നുള്ളത് ഒരു പുതിയ ആശയമല്ല. അത്ര പുതിയ ആശയമെന്ന് പറയാൻ കഴിയില്ല. അമർത്യ സെൻ ദാരിദ്ര്യത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു സമീപനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലോകമെമ്പാടും ദാരിദ്ര്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വിശകലന രീതി അല്ലെങ്കിൽ അതിൻ്റെ നിർണയ രീതി കേവലം വരുമാനം മാത്രമല്ല മറിച്ച് മറ്റു മാനങ്ങളുണ്ടുകൂടി എന്നുള്ള ചർച്ച വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നീതി ആയോഗും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കൂടെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സിൻ്റെ ഒരു പുതിയ നിർണയ രീതി, ഇതൊക്കെ ലോകമെമ്പാടും വന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ രീതി ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സിൻ്റെ ഒരു രീതിശാസ്ത്രം സ്വീകരിക്കണമെന്നുള്ള വാദം ഉയർന്നു വരുന്നുണ്ട്. ശരി. അപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കൂടി നമുക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി, ഇപ്പോൾ ഇതിനകത്ത് ഉദാഹരണത്തിന് ഞാൻ പറയാം, ട്രാൻസ്ജെൻഡറുകളുടെ, അതുപോലെ തന്നെ എയ്ഡ്സ് രോഗികളുടെ എന്നിങ്ങനെയുള്ള പ്രശ്നം. ഇപ്പോൾ വീടുണ്ടായിരിക്കും, പക്ഷേ എയ്ഡ്സ് രോഗിയാണ്, അയാൾക്ക് എങ്ങും പോകാൻ കഴിയില്ല, മറ്റു യാതൊരു മാർഗ്ഗവുമില്ല, അവരെ നമ്മൾ അതിദരിദ്രം നമുക്ക് കൂട്ടേണ്ടി വരിക. മാസം കൊടുത്തുകൊണ്ടിരുന്ന സഹായം പോലും ഇപ്പോൾ മുടങ്ങിയെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഡോക്ടർ ജിജു പി അലക്സ്, നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ആളുകളെ പരിഗണിക്കുമ്പോൾ ഈ 64,000 കുടുംബങ്ങളിൽ 5% ആദിവാസികളുള്ളൂ എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് കേട്ടോ. പിന്നെ 20% ദലിതരും 75% ഇതര വിഭാഗങ്ങളുമാണ്. ഇതാണ് ഒരു പ്രധാന വിമർശനം. ഞാൻ അങ്ങയിലേക്ക് വരാം, അങ്ങേക്ക് സമയം തരാം ഉറപ്പായിട്ടും. ശ്രീ സി പി ജോണും നമ്മോടൊപ്പമുണ്ട്. ശ്രീ സി പി ജോൺ, അതിദാരിദ്ര്യമുക്തമാക്കുക കേരളത്തെ എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ, അങ്ങനെ ആകണം. പക്ഷേ അതൊരു സിനിമാ താരങ്ങളെ വെച്ചുള്ള ഒരു ആഘോഷമാക്കി ഒരു പ്രത്യേക സമയത്ത് അത് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം? ഇതാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. പക്ഷേ വളരെ വിശദമായി തന്നെ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. നേരത്തെ വിയോജനക്കുറിപ്പ് എഴുതിയ ഇടതുപക്ഷ നിലപാട് തന്നെ ഉള്ള പ്രമുഖരുടെ തന്നെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി മറുപടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങ് അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ അത്
തെറ്റായ ക്രൈറ്റീരിയ ആണ് എന്നതാണോ അങ്ങയുടെ അഭിപ്രായം? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ ആരോപണങ്ങൾ തന്നെയാണോ അങ്ങേക്ക് ഉന്നയിക്കാനുള്ളത്? അങ്ങേക്ക് കുറച്ചുകൂടി അതിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലാനാകുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാം. ഏതായാലും ബിജു അലക്സ് അല്ലേ, അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗം, അദ്ദേഹം ഇവിടെ പറഞ്ഞതിൽ ഒരു കാര്യം നന്നായി. ആശ്രയ പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നുവെന്ന്. ആശ്രയ പദ്ധതി 2002 വരുമ്പോൾ ഞാൻ പ്ലാനിംഗ് ബോർഡിലെ അംഗമാണ്. ഐ എം നോട്ട് ഡ്രോപ്പിംഗ് മൈ നെയിം. അന്ന് അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ആളുകളുടെ പേര് പറയുകയാണെങ്കിൽ അത് വി രാമചന്ദ്രൻ സാറുണ്ട്. അതിന് പുറമേ ഇന്ന് വിജയാനന്ദ് നമ്മുടെ റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ അന്നത്തെ കുടുംബശ്രീ മിഷൻ്റെ ഡയറക്ടറായിട്ടുള്ള TK ജോസുവാണ്. അതുപോലെ തന്നെ ശാരദാ മുരളീധരനെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കണ്ടെത്തിയത് 2.5% ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്നത്തെ കണക്കിന് 1.5 കോടി ആളുകൾ എന്ന് വേണമെങ്കിൽ 1.5 ലക്ഷം വേണമെന്നുകൊണ്ട് പറയാം. ഈ ഗവൺമെൻറ് വന്നപ്പോൾ എന്താ ചെയ്തത്? ആശ്രയ പ്രോജക്റ്റ് പൊളിച്ചു എന്ന് അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആശ്രയ പ്രോജക്റ്റ് നിർത്തി, അതല്ലേ സത്യം? അപ്പോൾ ആശ്രയ പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കി? ആശ്രയ പ്രോജക്റ്റ് ഇറ്റ് വാസ് എ സബ് പ്ലാൻ അല്ലെങ്കിൽ സബ് പ്രോജക്റ്റ് ഓഫ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ കീഴിലാണ് ആശ്രയ കൊണ്ടുവന്നത്. ആ ആശ്രയ കൊണ്ടുവന്നതിന് ശേഷം കൃത്യമായി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് കുടുംബങ്ങളെ അന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ പോവർട്ടിയുടെ വലിയൊരു പ്രശ്നം, ഒരു ഭാഗത്ത് നമ്മൾ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് വീണ്ടും ആളുകൾ കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അല്ലാതെ അത് ഒരിക്കലും അബ്സല്യൂട്ട് സീറോ ആവില്ല. അപ്പോൾ ആ നിലയ്ക്ക് ആശ്രയ പദ്ധതി AK ആൻ്റണി ഗവൺമെൻറ് കൊണ്ടുവന്ന ആശ്രയ പദ്ധതി, അതിനുശേഷം ഉമ്മൻചാണ്ടി 2005 മുഖ്യമന്ത്രി ആയപ്പോൾ കൊണ്ടുവന്ന ആശ്രയ പദ്ധതി, ആ ആശ്രയ പദ്ധതിയുടെ പരിപാടികൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനവർ ചെയ്തതെന്താണ്? പരമാവധി ആളുകളുടെ എണ്ണം കുറച്ചിട്ട് ഇപ്പോൾ ദാരിദ്ര്യം എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അത് അദ്ദേഹം ഒരു PhD ബിരുദധാരിയാണല്ലോ. ദാരിദ്ര്യം എന്നുള്ളത് വളരെ ടെക്നിക്കലായിട്ടൊരു വേർഡാണ്. ഇക്കണോമിക് സ്റ്റഡീസിൽ, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ വളരെ ടെക്നിക്കലായിട്ടൊരു കാര്യമാണ്. അത് അബ്സല്യൂട്ട് പോവർട്ടി, റിലേറ്റീവ് പോവർട്ടി, അതിൻ്റെ മെത്തേഡ്സ്, ടൂൾസ്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ അവരിപ്പോൾ പറയുകയാണ്, ഞങ്ങൾ 64,000 കുടുംബങ്ങളെ അഗതികളല്ലാതാക്കി. ഡെസ്റ്റിറ്റ്യൂട്ട് എന്നൊരു വാക്കുണ്ടല്ലോ, ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ട്. അതിന് പകരം ഇപ്പോൾ ഇവിടെ നടക്കുന്ന PR ഏജൻസി പ്രവർത്തനങ്ങൾ, ആ PR ഏജൻസിയുടെ ഭാഗമായി പ്ലാനിംഗ് ബോർഡ് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പ്ലാനിംഗ് ബോർഡ് ആ കാര്യത്തിൽ കൃത്യമായ സമീപനം എടുക്കണമായിരുന്നു. എന്താണ് നമ്മുടെ ഡിപ്രൈവേഷൻസ്, എന്തെല്ലാം ഡിപ്രൈവേഷൻസിനെ വെച്ചിട്ടാണ് പരിശോധിക്കുന്നതിന് പകരം ഇത്തരം 64,000 ചുരുക്കി ഇത് പെരുമ്പറയടിക്കണം. ഞാൻ ഇന്നലെ മറ്റൊരു ചാനലിൽ പറഞ്ഞു, കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നം സെല്ല് ചെയ്യുകയാണ്. ആ സെല്ല് ചെയ്യുന്നതിന് വിതരണക്കാരെ ആവശ്യമുണ്ട്, പരസ്യക്കാരെ ആവശ്യമുണ്ട്. ഇപ്പം 3 സിനിമാ നടന്മാരെ, അവരോടൊക്കെ നമുക്ക് ആരാധനയാണ്. പക്ഷേ അവർ വന്നിട്ട് പറയുകയാണ് ദാരിദ്ര്യമുക്തമായി എന്ന് പറയുന്ന ആരാ? അതിസമ്പന്നരാണ് പറയുന്നത്. പക്ഷേ നായനാരുടെ കാലത്ത് ഇവിടെ സാക്ഷരതാ ക്യാമ്പയിൻ തുടങ്ങി. ഒരു നവസാക്ഷരയായ ഒരു വനിതയാണ് കേരളം സാക്ഷരതയിലേക്ക് എത്തിയെന്ന് പ്രഖ്യാപിച്ചത്. അതിന് മാറി ഇവർക്കെല്ലാം കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞാലേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഫെറ്റീഷ് എന്ന് പറയുന്ന തരത്തിൽ കേരളത്തിലെ 2ാം പിണറായി ഗവൺമെൻറ്റിനെ ഒരു ചരക്കാക്കി മാറ്റിക്കൊണ്ട്, ഉൽപ്പന്നമാക്കി മാറ്റിക്കൊണ്ട് അത് എന്താ പറയുക, അതിനെങ്ങനൊരു വിതരണം നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു സങ്കല്പത്തിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി ഇത് 2ാമത്തെ വിഷയം എന്താ? കേരളം ദാരിദ്ര്യമുക്തമായി എന്ന് പറഞ്ഞാൽ അതിൽ വേറെയും ഒരുപാട് പ്രശ്നമുണ്ട്. കേരളം ഒന്നാമത് ദാരിദ്ര്യമുക്തമായിട്ടില്ല. ദാരിദ്ര്യമുക്തമല്ല എന്ന് മന്ത്രി വിശദീകരിക്കുന്നു. ശ്രീ CP ജോൺ, അതിദാരിദ്ര്യമുക്തം അങ്ങനെ തന്നെ പറയണമെന്ന്. അല്ലാതെ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ക്യാമ്പയിൻ എന്താണ്? അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? ആ കേരളത്തിന് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇത് തന്നെയാണ് ഒരിക്കൽ വളരെ എന്താ പറയുക, ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത തരത്തിൽ ജോർജ് കുര്യൻ പറഞ്ഞു, നിങ്ങൾ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ ജോർജ് കുര്യൻ പറഞ്ഞവരോട് എനിക്കൊട്ടും യോജിപ്പായിട്ട് തോന്നിയില്ല. അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പൈസ കേന്ദ്രം കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ അതിനെ മറച്ചു വയ്ക്കുകയും അതിനെയാണ് ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നവ ഉദാരീകരണ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നിയോ ലിബറൽ,
ആ നിയോ ലിബറൽ ഭാഷയിൽ ഇവിടെ എല്ലാം ശരിയായി, ഇനി ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന ക്യാമ്പയിൻ ചെയ്ത് വോട്ടുണ്ടാക്കുക എന്ന് ചുരുങ്ങിയ വഴിയിൽ കൂടെ പോവുകയാണ്. എങ്കിലും ഇപ്പോൾ 64,000 വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? 64,000 കുടുംബങ്ങൾ അവർ രക്ഷപ്പെടട്ടെ. പക്ഷേ ആശ്രയ പദ്ധതിയെ പൊളിച്ചു. അത് പറഞ്ഞല്ലോ 2017 അത് മാറ്റി എഴുതിയെന്ന്. എന്നാൽ ആശ്രയ പദ്ധതി കൃത്യമായ ഒരു ഗവൺമെൻറ് പ്രോഗ്രാം എന്ന രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യില്ലേ? ആശ്രയ പ്രോജക്റ്റിൻ്റെ ആളുകളെ തിരഞ്ഞെടുത്തത് വെറുതെ ഇന്ന് തിരഞ്ഞെടുത്താണോ? എത്രയോ റിഗറസ് ആയിട്ടുള്ള എൻക്വയറി നടത്തിയില്ലേ? അതിൻ്റെ അതുപോലെ തന്നെ സർവേ നടത്തിയില്ലേ? അപ്പോൾ ഇവർക്കെല്ലാം വീണ്ടും ചക്രം കണ്ടുപിടിക്കണം, ഇൻവെൻറ്റിങ് ദ വീൽ അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതാക്കി തീർക്കണം. അങ്ങനെ അവരുടേതാക്കി തീർത്തി 64,000 ആളെ ഞങ്ങൾ രക്ഷിച്ചതോടുകൂടി കേരളം രക്ഷപ്പെട്ടു പരിപാടിയാണ് എന്ന് ആരോപിക്കാൻ പറ്റുമോ? കാരണം 2021 മന്ത്രിസഭായോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. 2017 മുതൽ അതായത് ആശ്രയ പദ്ധതിയെ പൊളിച്ചു. ആശ്രയ പദ്ധതി വേണ്ടാന്ന് വെച്ചില്ലേ? ആശ്രയ പദ്ധതി കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഇപ്പൊ കുടുംബശ്രീ എല്ലാ ഗവൺമെന്റും കണ്ടിന്യൂ ചെയ്യല്ലേ? ജനകീയ ആസൂത്രണം അത് കണ്ടിന്യൂ ചെയ്യല്ലേ? സ്വന്തം പരിപാടികളിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ശരി, അദ്ദേഹം കൈ ഉയർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച ശേഷം ഡോക്ടർ ജിജു, ശ്രീ CP ജോൺ പറഞ്ഞതിന് മറുപടി ഉണ്ടോ? യെസ് പറയും. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവവിരുദ്ധമായ ഒരു കാര്യമാണ്. ഒന്ന്, ആശ്രയ പദ്ധതി നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല 1,57,000 കുടുംബങ്ങൾക്ക് ആശ്രയ പദ്ധതി പ്രകാരം ഇപ്പോഴും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കുടുംബശ്രീ വഴിയാണ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും പദ്ധതി വിഹിതമായി ആശ്രയയ്ക്ക് വേണ്ടി തന്നെ കുടുംബശ്രീക്ക് പണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പ്രയാസം നേരിടുന്ന ഈ 3 കാര്യങ്ങളാണ് ആശ്രയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശ്രയയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിദാരിദ്ര്യത്തിൻ്റെ ചില തുരുത്തുകൾ കേരളത്തിലുണ്ട്. അത് നമുക്കെല്ലാം കാണാവുന്നതാണ്. ചിലപ്പോൾ മനുഷ്യസ്നേഹികളായിട്ടുള്ള മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ട് ചിലരൊക്കെ വല്ലാത്ത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാറുണ്ട്. അത് ഈ രോഗം ബാധിച്ചവർക്ക് നമ്മൾ ക്ലൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തി കൊടുക്കാറുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി 2021 ഞാൻ ഉത്തരവിൻ്റെ നമ്പർ വേണമെങ്കിൽ വായിക്കാം. 296/2021 തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഒരിക്കലുമല്ല, അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ഞാനത് വിശദീകരിക്കാം. താങ്കൾ വഴങ്ങുമെങ്കിൽ അല്ല വേണ്ട, വഴങ്ങുമെങ്കിൽ ഞാൻ ചോദ്യം മാത്രമേ ഉള്ളൂ. ആശ്രയ പദ്ധതിയിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്തത്? വേറെ ചോദ്യം അതിപ്പോഴുണ്ടെന്നാണ് പറയുന്നത്. അത് ആശ്രയ പദ്ധതിയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ആശ്രയ പദ്ധതിയിലൂടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നല്ലോ. ഈ പറയുന്ന ആശ്രയ പദ്ധതി എഴുതുന്ന കൂട്ടത്തിലൊരാളായിരുന്നു ഞാനും. അതിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഹൗസ് ഹോൾഡിന് ഒരു പ്രോജക്റ്റ്, ഒന്ന് പറഞ്ഞോട്ടെ, ഒരു ഹൗസ് ഹോൾഡിന് ഒരു പ്രോജക്റ്റ്, അല്ലാതെ എല്ലാവർക്കും കണ്ണട, എല്ലാവർക്കും പിന്നെ എന്താ പറയുക വാക്കിംഗ് സ്റ്റിക്ക്, അല്ലെങ്കിൽ എന്താ പറയുക വാക്കിംഗ് എക്യുപ്മെൻറ്റ്, അങ്ങനെയല്ല. ഒരു വീട്ടിൽ ഇപ്പം മെൻ്റലി ചാലഞ്ചിലായിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക്, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളാണെങ്കിൽ അയാൾക്ക്, ഇപ്പോൾ കിണറില്ലാത്ത പ്രശ്നമാണെങ്കിൽ അത്, അങ്ങനെ ഹൗസ് ഹോൾഡ് വൈസ് പ്രോജക്റ്റ് ഉണ്ടാക്കിയിരുന്നു പ്ലാനിംഗ് ബോർഡിൽ. താങ്കൾ എടുത്തു നോക്കൂ. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യവും നിങ്ങളിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആശ്രയം നടക്കുന്നു നിങ്ങൾ പറയുന്നു എന്ന്. പ്രോജക്റ്റ് ഡ്യൂപ്ലിക്കേഷൻ എന്തിനായിരുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആശ്രയ നിർത്തലാക്കിയെങ്കിൽ അങ്ങ് പറയുന്നതിനകത്ത് സാങ്കത്യം ഉണ്ടെന്ന് കരുതാം. പക്ഷേ ആശ്രയം നിർത്തലാക്കിയിട്ടില്ല. ആശ്രയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആശ്രയയില് വളരെ ഘടകങ്ങളെ ഉണ്ടായിരുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് 10-50 ഘടകങ്ങൾ വളരെ വിശദമായിട്ടുള്ള സർവേ നടത്തി റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടർ, ഡിസ്ട്രെസ് ഫാക്ടർ കൃത്യമായി കണ്ടുപിടിച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പദ്ധതി നമ്മൾ നിർത്തലാക്കിയിട്ട് അതിനേക്കാൾ അങ്ങ് പറഞ്ഞുണ്ടെന്ന് വെക്കാം. അതോടുകൂടി ആശ്രയ ബൈ ഡിഫോൾട്ട് പുറത്തായി. ആ ഇംപ്രൂവ്ഡ് പ്രോഗ്രാം ആശ്രയമാക്കി മാറ്റായിരുന്നില്ലേ?
ഇല്ല. ആശ്രയെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. ഇല്ല. അപ്പൊ ആശ്രയ പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടെന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഐ സ്റ്റാൻഡ് കറക്റ്റഡ് ബൈ യു. അതായത് ആശ്രയ പദ്ധതി ഇപ്പോഴും ഉണ്ട്. ആശ്രയ പദ്ധതിക്ക് എത്ര കോടിയോ മാറ്റി വെച്ച് എനിക്കറിയില്ല. പക്ഷേ ആശ്രയ പദ്ധതി ഇപ്പോഴും ഉണ്ടെങ്കിൽ ആശ്രയ പദ്ധതിയെ കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് വേണം. യു വാണ്ട് യുവർ ചൈൽഡ്. അതിനെ പെരുമ്പറയടിക്കും. അതിന് സിനിമാ നടന്മാർ വരണം. ഒരു ദിവസം 10 ലക്ഷം രൂപ അല്ല അതിപ്പോൾ എങ്ങനെയാണ് എന്നുള്ള ചോദ്യം കൂടിയാണ്. ഞാൻ വരാം ശ്രീ ജോർജ് പൊടിപാറയിലേക്ക്. ശ്രീ ജോർജ് പൊടിപാറ, അതിദാരിദ്ര്യമുക്തമാകണം. വരാം. ശ്രീ ജോർജ് പൊടിപാറ, അതിദാരിദ്ര്യമുക്തമാകണം നമ്മുടെ സംസ്ഥാനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കൂ എന്ന് സർക്കാർ പറയുമ്പോൾ 64,000 ആയിരുന്നു ആ കണക്ക്. അവരിപ്പോൾ അതിദാരിദ്ര്യമുക്തരായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിദരിദ്രരില്ല, ദരിദ്രരുണ്ട്, അതിദരിദ്രരില്ല. ഇതാണ് സർക്കാർ പറയുന്ന കണക്ക്. അങ്ങനെ ഒരു കണക്ക് വരുന്ന സമയം അത് ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ തന്നെ സംശയകരമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നാളെ ഇപ്പോൾ ഒരു ആഘോഷമാണ്. സിനിമാ താരങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിദാരിദ്ര്യ മുക്ത കേരള പ്രഖ്യാപനം നടക്കാൻ പോകുന്നു. അതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇതെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം നേട്ടങ്ങളുടെ പേരിൽ പരമാവധി ആളുകളെ സ്വാധീനിച്ച് അവരുടെ മനസ്സിലേക്ക് കടന്നു ചെന്ന് വലിയ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നു, വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ഇതിലൂടെയെല്ലാം ആളുകളെ ഈ ഗവൺമെൻറ്റിനോട് കൂടുതൽ അടുപ്പിക്കുക, ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളുടെ പേരിൽ അത് വോട്ടാക്കി മാറ്റുക. ഇതുതന്നെയാണ് അടിസ്ഥാന ലക്ഷ്യം. ഇപ്പോൾ ശ്രീ CP ജോൺ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ഈ ആശ്രയ പദ്ധതി തുടങ്ങിയത്. അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിത്തട്ടിലുള്ളൊരു സംവിധാനമാണല്ലോ. ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ആശ്രയ പദ്ധതി തുടങ്ങിയത് ഇതുപോലെ ദരിദ്ര കുടുംബങ്ങളെ, അതായത് ദാരിദ്ര്യത്തിന് ഇപ്പോൾ പല മുഖങ്ങളുണ്ട്, പല മാനദണ്ഡങ്ങളുണ്ട്, പല യാഡ് സ്റ്റിക്സ് ഉണ്ട് എന്നൊക്കെ രണ്ടുപേരും പറയുന്നു. രണ്ടുപേരും കേരളത്തിൽ അറിയപ്പെടുന്ന ഈ വക വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എക്കോണമിസ്റ്റുകളാണ്, സാമ്പത്തിക വിദഗ്ധരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരും പറയുന്നത് ഏതാണ്ട് ഒരേ കാര്യങ്ങൾ, ഒരേ ലക്ഷ്യത്തിലേക്കുള്ള കാര്യങ്ങളാണ്. CP ജോൺ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? അതായത് കല്യാണിക്കുട്ടി ഫ്രോക്ക് ഇട്ടാലും പാവാട ഇട്ടാലും കല്യാണിക്കുട്ടി തന്നെയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആശ്രയം എന്ന് പേരിട്ടാലും മുക്ത പരിപാടി എന്ന് പേരിട്ടാലും യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് എന്താണ്? കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആശ്രയമില്ലാത്ത, ഒരു ഗതിയും ഇല്ലാത്ത അതിദരിദ്രർ ഇല്ലാതാകുന്നൊരു സാഹചര്യം. കേരളം അങ്ങനെ ഒരു പുതിയ ദിശയിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ അവസ്ഥയിലേക്ക്, പുതിയ ഒരു വിധാനത്തിലേക്ക് ഉയരുന്നു. ഇതുതന്നെയാണ് ആശ്രയിലെയും ലക്ഷ്യമിട്ടത്. അപ്പോൾ അത് CP ജോൺ അവസാനം പറഞ്ഞൊരു വാചകം അതിൽ വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. അതായത് ഓരോ ഗവൺമെൻറ്റിനും മുൻ സർക്കാർ അവതരിപ്പിച്ചൊരു പദ്ധതിയുടെ പേരിൽ ആ പദ്ധതിയിലൂടെ നേട്ടം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പുതിയ പദ്ധതിയായിട്ട് അവതരിപ്പിച്ച്, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ച് ആ കുപ്പിയിൽ കാര്യങ്ങൾ നടത്തിയെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും അതിൻ്റെ നേട്ടം, അതിൻ്റെ ഒരു ക്രെഡിറ്റ് മുഴുവൻ ഈ സർക്കാരിന് വരും. ഇതാണോ യഥാർത്ഥത്തിൽ സർക്കാരുകൾ ചെയ്യേണ്ടത്? സർക്കാരുകൾ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷനാണ്. ആ കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ ഓരോ പദ്ധതിയും മാറ്റി പുതിയ പദ്ധതി കൊണ്ടുവന്ന് ആ പുതിയ പദ്ധതിക്ക് വേണ്ടി പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, പുതിയ ആളുകളെ ഏർപ്പെടുത്തി, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ ഇങ്ങനെ ഈ പുതിയ മാനദണ്ഡങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ഞാനും ഇതിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഞങ്ങൾ 32 പേരെ സജസ്റ്റ് ചെയ്തിരുന്നു. തൃശ്ശൂരുള്ള പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഞങ്ങളുടെ 15-ാം വാർഡിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ ഈ പറഞ്ഞ താങ്കൾ നേരത്തെ ശ്രീ ജിജു അലക്സ് സാർ പറഞ്ഞ പോലത്തെ ആ യോഗത്തിൽ 32 കുടുംബങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ മൊത്തം പഞ്ചായത്തിൽ നിന്ന് 64 മറ്റോ കുടുംബങ്ങളെ സെലക്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ പറഞ്ഞ പദ്ധതികളൊക്കെ പൂർത്തിയാക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരും ഈ പദ്ധതി നാളെ പ്രഖ്യാപിക്കുമ്പോൾ അവരും അതിദരിദ്ര വിഭാഗത്തിൽ നിന്ന് അല്ലാതാകും. പക്ഷേ ഞങ്ങളുടെ ഈ വാർഡിൽ ഇതുപോലുള്ള മാനദണ്ഡങ്ങളിലൊരു 80-90% ഒക്കെ ഏതാണ്ടായിട്ടുള്ള, ആരും നോക്കാനില്ലാത്ത ദുരിതബാധിതരായിട്ടുള്ള, അതായത് ശയ്യാവലംബികളായ ആളുകളുള്ള, നിത്യ രോഗികളുള്ള, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അസുഖം, ഭർത്താവിന് വേറെ തരത്തിൽ അസുഖം, വീടില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ചോർന്നൊലിക്കുന്നതാണ്, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടി. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാവുന്ന 32 പേരെ ഞങ്ങൾ ഈ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്ന് മുന്നോട്ട് വെച്ചു. പക്ഷേ അതിൽ ഒരാൾ പോലും സെലക്ട് ചെയ്യപ്പെട്ടില്ല.
ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഈ പറയുന്നതെല്ലാം അവരെല്ലാം വളരെ പരമദയനീയമായ അവസ്ഥയിലാണ്. പല മാരക രോഗങ്ങൾ ബാധിച്ചവരാണ്. മക്കൾക്ക് അവരെ നോക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒരാൾ പോലും അതിൽ ഉൾപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അവരൊക്കെ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു ആശ്രയമില്ല, അവർക്കൊരു അഭിന്നതിയില്ല. അവരിപ്പോഴും ആ അതേ ദയനീയാവസ്ഥയിൽ തുടരുമ്പോൾ നാളെ കേരളം പരമദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ 32 കുടുംബങ്ങൾ എൻ്റെ മുമ്പിൽ നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. അവർ ഈ അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരാണ്, കുടുംബങ്ങളാണ്. എങ്ങനെ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇത് സത്യമാണെന്ന് പറയാൻ പറ്റും? കാരണം എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്, ഞങ്ങളുടെ മെമ്പർക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം മനുഷ്യരും ഏകസ്വരത്തിൽ പറഞ്ഞ കുടുംബങ്ങളാണ്. അവരാരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഈ അവകാശവാദത്തെ നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റുക? അവരിപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ സ്മൃതി, അതായത് എത്രയോ കാലമായിട്ട് കേരളം ഇങ്ങനെ പല പേരിൽ ഈ ഭവന പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പല പേരുകളിൽ. പക്ഷേ ഇപ്പോഴും പുതിയ ഭവന പദ്ധതികൾക്കൊരു അപേക്ഷ ക്ഷണിച്ചാൽ ഓരോ വാർഡിൽ നിന്നും 10-15 പേരെ അപേക്ഷിക്കുക, അതിൽ 1-2 പേരാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിരന്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അതിൽ ഉൾപ്പെടുത്തുന്നു, ഗ്രാമസഭകൾ ചേരുന്നു, നിർദ്ദേശിക്കുന്നു, പലരെയും ഉൾപ്പെടുത്തുന്നു, അടുത്ത വർഷം അതിനേക്കാൾ കൂടുതൽ ആളുകളാണ് അപേക്ഷകരായിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര ചെയ്താലും ഇത് തീരാത്ത പോലെ, ഏത് പദ്ധതി കൊണ്ടുവന്ന ആളുകളെ ഇമ്പ്രൂവ് ചെയ്താലും വീണ്ടും വീണ്ടും ഈ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഭവനമില്ലായ്മയും മറ്റു തരത്തിലുള്ള അവശതകളും കൂടിക്കൂടി വരികയാണോ കേരളത്തിൽ? ഞാനൊരു പ്രായോഗിക ഒരു പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എൻ്റെ കൺമുമ്പിൽ കാണുന്ന, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്ലാനിംഗ് ബോർഡ് മെമ്പർമാരായിരുന്ന ഈ 2 പേരോടും ചോദിക്കുന്നത്. അപ്പോൾ എവിടെ പോകുന്നു ഈ പണം മുഴുവൻ? ഈ പറയുന്ന അത് കുറഞ്ഞു വരണ്ടേ ചുരുങ്ങിയ പക്ഷേ അപേക്ഷകരുടെ? ഇനി ദരിദ്രരെ കണ്ടെത്താൻ ഇനിയൊരു സർവേ കണ്ടെത്തിയാൽ, അത് നടത്തിയാൽ ഇതേ മാനദണ്ഡം പാലിക്കപ്പെടുന്ന 100 കണക്കിന് ആളുകൾ അപേക്ഷകരായിട്ടുണ്ടാവും. അതല്ലേ സത്യം? ഇത് അവസാനിക്കുന്നില്ല ഈ പ്രക്രിയ, കുറയുന്നില്ല ഈ പ്രക്രിയ എന്നുള്ള കാര്യം ശരിയാണ്. അവകാശവാദങ്ങൾക്കപ്പുറം അതെങ്ങനെയാണ് തുടരുക എന്ന ചോദ്യമുണ്ട്. ഡോക്ടർ ജിജു പി അലക്സ് ഇപ്പോൾ ശ്രീ പൊടിപാറ ഉന്നയിച്ച ചോദ്യം, അദ്ദേഹത്തിന് തന്നെ നാട്ടിലെ ഒരു കണക്കാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, അതിനങ്ങേക്ക് മറുപടി നൽകാം. അത് വളരെ വ്യക്തിനിഷ്ഠമായ ഒരു നിരീക്ഷണമാണെന്ന് ഞാൻ പറയൂ. കാരണം സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു വലിയ പരിപാടി ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കേണ്ടതായിട്ട് വരും. അവരെ തിരഞ്ഞെടുക്കുന്നതിനൊരു രീതി നമ്മൾ നിഷ്കർഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിൽ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും 1-2 മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിലധികം മാനദണ്ഡങ്ങളിൽ അവർക്ക് ചിലപ്പോൾ എലിജിബിലിറ്റി ഇല്ലാതെ പോയതുകൊണ്ട് അവർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഈ മുഴുവൻ പരിപാടിയുടെ മഹത്വത്തെ തിരസ്കരിക്കുന്ന വിധത്തിൽ അത്തരത്തിലുള്ളൊരു പ്രസ്താവന ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നതുപോലെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഒറ്റയടിക്കെല്ലാം കുറയും എന്നുള്ളതല്ല. മറിച്ച് അതിനുവേണ്ട ഇതുവരെ ഇന്ത്യയിൽ സ്വീകരിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു പുതിയ മാതൃക, പ്രത്യേകിച്ച് അതിദാരിദ്ര്യരെ കണ്ടെത്തുന്ന ഒരു രീതിശാസ്ത്രം വികസിപ്പിച്ചെടുത്തു എന്നുള്ളതും, അതിനേക്കാൾ അപ്പുറം നമ്മളിതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ 2ാം ഭാഗത്തേക്ക് ഞാൻ കടന്നില്ല. നമ്മൾ ഇത്രയും നേരം ഇതിൻ്റെ ടാർഗറ്റിങ്ങിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണ് ഈ നിർണയ പ്രക്രിയ നടത്തുന്നതെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം സംഭവിച്ചത് ഈ പറയുന്ന ഓരോ അതിദാരിദ്ര്യത്തിൻ്റെ ഘടകങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മ പ്ലാനുകൾ, മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുകയും അത് എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ പ്രോജക്റ്റുകളാക്കി മാറ്റപ്പെടുകയും അത് പരിഹരിക്കേണ്ടുന്ന വികസന വകുപ്പുകളെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കുകയും അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ വളരെ ചടുലമായ വിധത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത കഴിഞ്ഞ 5 വർഷത്തെ ഒരു വലിയ പ്രവർത്തനമുണ്ട്. അതിനെ കാണാതിരുന്നു കൂടാ. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് മുഴുവൻ ഇതിൻ്റെ നിർണയ രീതിയെക്കുറിച്ചാണ്. ആ നിർണയ രീതിയെക്കുറിച്ച് വലിയ തോതിലുള്ള സംവാദങ്ങളാകട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം കേരളത്തിലെ ഇന്ത്യയിലെ ദാരിദ്ര്യ രേഖ എങ്ങനെ നിർവചിക്കുക എന്നുള്ളത് സംബന്ധിച്ച് പോലും വലിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീതി ആയോഗിന്റെ കണക്കിൽ തന്നെ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് ദാരിദ്ര്യ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ. അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഡോക്ടർ ജിജു പി അലക്സ് എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കേരളം വ്യത്യസ്തമാണ്. കേരളം അതിൻ്റെ ജീവിത നിലവാരത്തിൽ എല്ലാ തരത്തിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഒരു ദിവസം 150 രൂപ മാനദണ്ഡം വരുമ്പോൾ അതിന് താഴെ കിട്ടുന്നവരെ മാത്രം അതിദരിദ്രർ എന്ന് കണക്കാക്കുന്നതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? അത് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡമാണല്ലോ.
അല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനകത്ത് വ്യത്യസ്തമായ ഒരു രീതിശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ കേവലം ഒരു വരുമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് വരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വരുമാനത്തിന് മറ്റ് സാമ്പത്തികമായിട്ടുള്ള മറ്റൊരുപാട് മാനങ്ങളുണ്ട്, അവരുടെ ക്രയശേഷിയുടെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്, പരിഗണിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മറ്റ് മാനങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് നിരാശ്രയരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, ശയ്യാവലംബികളായിട്ടുള്ള, മാനസിക രോഗത്തിൽ അനുഭവിക്കുന്ന, ഒരു തരത്തിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവരെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അത് വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ നടന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുഴുവൻ രേഖകളിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാർ ഈ കേരളത്തിലുണ്ട് എന്ന് ആ ഗവൺമെൻറ് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു പരിപാടി ആവിഷ്കരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അത് നടപ്പാക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു രീതി, അത് നമ്മൾ അവലംബിച്ച ഒരു രീതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം കുറേയധികം ആൾക്കാർക്ക് അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടെന്ന് കാണുന്നു. അവർക്ക് അതിവേഗം അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ലഭ്യമാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉൾപ്പെടെയുള്ളത്, കേരളത്തിലെ എല്ലാ വകുപ്പുകളും ഈ കാര്യത്തിൽ സഹകരിച്ചു എന്നുള്ളതാണ്. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുള്ള 10-12 വകുപ്പുകൾ മാത്രമല്ല, ട്രാൻസ്പോർട്ട് വകുപ്പ്, ഹയർ എഡ്യൂക്കേഷൻ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിങ്ങനെ തുടങ്ങി എല്ലാ വകുപ്പുകളും ഈ 64,000 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഇടപെടാൻ കഴിയുന്നതെന്നുള്ളത് കണ്ടെത്തി അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അത് അനന്യമായ ഒരു മാതൃകയല്ല എന്ന് ആർക്കാ പറയാൻ കഴിയുക? ശരി, 64,000 എന്ന കണക്കിലേക്ക് നിങ്ങൾ എത്തുന്നതും സംശയകരമാണ്. ഞാൻ ശ്രീ CP ജോണിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങ് ആ കണക്ക് കൂടി പറയൂ. കാരണം ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഈ അതിദാരിദ്ര്യ സംസ്ഥാനം എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ കള്ളക്കണക്കുകൾ കൊണ്ടുള്ള കൊട്ടാരം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതിന് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ 4.5 ലക്ഷം പരമദരിദ്ര കുടുംബങ്ങളുണ്ടെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. എപ്പോൾ 2021. അതെങ്ങനെയാണ് ഒറ്റയടിക്ക് 64,000 ചുരുങ്ങുന്നത്? പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് പരമദരിദ്രരാണെന്നാണോ ദാരിദ്ര്യമെന്നാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ പരമദരിദ്ര കുടുംബങ്ങളുടെ കണക്കാണ്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ സമീപന രേഖയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, 14ാം പഞ്ചവത്സര പദ്ധതിയിൽ ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീം പോവർട്ടി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രീം പോവർട്ടിയുടെ കണക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എങ്ങനെയാണത് നമ്മളതിനെ പരിഗണിക്കുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിവിധ ഘടകങ്ങൾ കൊണ്ട് എക്സ്ട്രീം പോവർട്ടിയുടെ ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചട്ടക്കൂടിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് വീണ്ടും 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 ഈ പറയുന്ന ഞാൻ എല്ലാ രേഖകളിലും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ദാരിദ്ര്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. അതൊരു വാദത്തിന് വേണ്ടി പറയാന്നുള്ളതിനപ്പുറത്തേക്ക് അത് വാസ്തവവിരുദ്ധമാണ് എന്നാണ് പറയാനുള്ളത്. ഇതിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് നമ്മോടൊപ്പം തത്സമയം ഡിബേറ്റിൽ ചേരുകയാണ്. അദ്ദേഹം ചർച്ചയിലേക്കില്ല, പക്ഷേ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ MP രാജേഷ്, അങ്ങിപ്പോൾ ഇന്ന് വളരെ വിശദമായ വാർത്താ സമ്മേളനം നടത്തി. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കി എന്നുള്ള പ്രഖ്യാപനം, അതിനോട് വിയോജിപ്പ് കാണിച്ച പ്രമുഖർക്കുള്ള മറുപടിയായിട്ടാണ് അങ്ങ് അക്കമിട്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ 2021 പറഞ്ഞിരുന്ന ഒരു കണക്കുണ്ട്, കേരളത്തിൽ അതിദരിദ്രർ 4.5 ലക്ഷം പേരാണ് എന്ന്. അതെങ്ങനെയാണ് ഈ 64,000 ചുരുക്കിയത്? അങ്ങ് അതിൽ ഈ അതിദരിദ്രരെ ചുരുക്കുന്നതിനൊരു കണക്ക് ചുരുക്കി കൊണ്ടുവരുന്നതിനെ അങ്ങ് വിശദീകരിക്കുകയുണ്ടായി. സൂപ്പർ ചെക്ക് നടത്തിയെന്ന്. ആ സൂപ്പർ ചെക്ക് എങ്ങനെയാണ് ഈ അതിവേഗം 64,000 ചുരുങ്ങുന്നത്? പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം എന്താണോ ഈ പറഞ്ഞ ഇന്നലെ കത്തെഴുതിയ വിദഗ്ധർ ഉന്നയിച്ചത് അതേ കാര്യങ്ങളാണ്. ഒരു കാര്യവും പുതുതായിട്ടോ വ്യത്യസ്തമായിട്ടോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കൂടിയുള്ള മറുപടിയായിട്ട് അത് കണക്കാക്കാം. ഇവിടെ നമ്മൾ വസ്തുതകളെ ശരിയായിട്ട് മനസ്സിലാക്കണമല്ലോ. ഇതെങ്ങനെയാണ് ഈ ആളുകളെ കണ്ടെത്തിയത്? തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തിയിട്ടാണ് ഈ പട്ടിക പ്രാഥമികമായി തയ്യാറാക്കിയത്. ആ പട്ടിക ഇത് വളരെ വിപുലമായ സൂക്ഷ്മമായ പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായൊരു പ്രക്രിയയിലൂടെ കണ്ടെത്തിയതാണ്. അല്ലാതെ കത്തെഴുതിയ വിദഗ്ധർ ചോദിക്കുന്നത് പോലെ ഏത് കമ്മിറ്റി കണ്ടെത്തി എന്നാണ് അവർ ചോദിക്കുന്നത്. ഏതെങ്കിലും 5-6 ആളുകൾ അടങ്ങുന്നൊരു കമ്മിറ്റി കണ്ടെത്തിയതല്ല ഇത്രയും ആളുകളെ.
താഴെത്തട്ടിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ വിവരശേഖരണം നടത്തി. അത് കഴിഞ്ഞ് 58,964 ഫോക്കസ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്ത് അതും കഴിഞ്ഞ് ആ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നമ്പർ വാർഡ് തലത്തിലുള്ള സമിതിയിൽ ആശാപ്രവർത്തകരുണ്ട്, വാർഡ് മെമ്പറാണ് അധ്യക്ഷൻ, ആശാപ്രവർത്തകരുണ്ട്, കുടുംബശ്രീ ADSൻ്റെ പ്രതിനിധിയുണ്ട്, അതുപോലെ അയൽക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയുണ്ട്, സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളുണ്ട്. അത്രയും വിപുലമായ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള സമിതിയാണ്. അവർ ശുപാർശ ചെയ്ത ഒരു ചുരുക്കപ്പട്ടികയുണ്ട്. ആ ചുരുക്കപ്പട്ടികയുടെ കൂടുതൽ വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി ശേഖരിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് സൂപ്പർ ചെക്ക്. ഒരു സൂപ്പർ ചെക്കിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ അതും കഴിഞ്ഞിട്ടാണ് സൂപ്പർ ചെക്ക് നടത്തിയിട്ടുള്ളത്. അതും കഴിഞ്ഞ് ഈ വിവരങ്ങൾ ഈ പട്ടിക ഗ്രാമസഭകൾ അംഗീകരിച്ചു. ഗ്രാമസഭകൾ അംഗീകരിച്ച പട്ടികയാണ് പിന്നീട് ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഭരണസമിതി അംഗീകരിക്കുന്നത്. ഇതിനപ്പുറം എങ്ങനെയാണ് ഒരു വിപുലമായ പ്രക്രിയ അല്ലെങ്കിൽ സൂക്ഷ്മമായ പ്രക്രിയയിലൂടെ ആളെ കണ്ടെത്തുക? ഇതിനേക്കാൾ ശാസ്ത്രീയമാണോ ഏതെങ്കിലും ഒരു കമ്മിറ്റി കണ്ടെത്തിയാൽ? ശരി, അങ്ങനെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചതാണ് ശ്രീ MP രാജേഷ്. പുതിയ കാര്യങ്ങൾ, പുതിയ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിനു കൂടി മറുപടി. ഇപ്പോൾ ഗോത്രമഹാസഭയെ പോലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുടെ ചില പരാമർശങ്ങളും വിമർശനങ്ങളും ഉണ്ട്. ഈ 64,000 കുടുംബങ്ങളിൽ 5% മാത്രമേ ആദിവാസികൾ പെടുന്നുള്ളൂ. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. 20% ദളിത് വിഭാഗത്തിൽ നിന്നും 75% ഇതര വിഭാഗങ്ങളുമാണ്. അപ്പോൾ ഇതൊരു വ്യാജ കണക്കാണ് എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുമ്പോൾ അവർക്ക് മറുപടിയുണ്ടോ മിനിസ്റ്റർ? ഇതിനെല്ലാം പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുണ്ട്. അത് അവസാനം പറയാം. അതിനു മുമ്പ് ഇത് അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് 16/7/2021 ഇറങ്ങിയ സർക്കാർ ഉത്തരവിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ചിലർ ആശയക്കുഴപ്പം കൊണ്ട് പറയുന്നതാണ്, ചിലർ ബോധപൂർവവും പറയുന്നതാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കി എന്നല്ല സർക്കാർ അവകാശപ്പെട്ടത്. അതിദരിദ്രർ എന്താണ്? അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത, അടിസ്ഥാന അവകാശങ്ങൾ ലഭ്യമല്ലാത്ത, അതിനാവശ്യമായിട്ടുള്ള രേഖകൾ പോലും ഇല്ലാത്ത അദൃശ്യരായ മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നേ വരെ ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം തേടിയെത്തിയിട്ടില്ലാത്ത, ഒരു ക്ഷേമ പദ്ധതിയും സ്പർശിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗമുണ്ട്. നോൺ എക്സിസ്റ്റൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയാവുന്ന തരത്തിൽ അദൃശ്യരായ മനുഷ്യർ. അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്നുണ്ടെന്നതിന് തെളിയിക്കാൻ ഒരു രേഖ പോലും അവരുടെ കയ്യിലില്ല. ആധാറില്ല, റേഷൻ കാർഡില്ല, ഒന്നുമില്ല. ഒരു ആനുകൂല്യം അവർക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരം ഏറ്റവും നിരാലംബരും ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള, ഡിസംപവേർഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ ആണ് ഇതിലൂടെ കണ്ടെത്തിയതും ആദിവാസികൾക്കിടയിൽ 5%-മേ ഉള്ളൂ മിനിസ്റ്റർ. സർക്കാരിന്റെ ഇടപെടൽ കേൾക്കൂ, നോക്കൂ, മുഴുവനും പറഞ്ഞോട്ടെ. അതാ ഞാൻ പറഞ്ഞത്. അവരെ സർക്കാരിന്റെ പിന്തുണയില്ലാതെ അവർക്ക് അതിജീവനം സാധ്യമല്ലായിരുന്നു. അതിജീവനം പോലും സാധ്യമല്ല. ഇപ്പോൾ കണ്ടെത്തിയതനുസരിച്ച് ഇത്രയും പേരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ പ്രക്രിയയിലൂടെ കണ്ടെത്തിയതാണ്. ഇനി എൻ്റെ ചോദ്യം ഈ ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം 4 കൊല്ലം കിടന്നുറങ്ങുകയായിരുന്നു? അങ്ങനെ ചോദിക്കേണ്ടി വരികയാണ്. ഇന്ന് ഒരു ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് സർക്കാർ പ്രഖ്യാപിച്ചതാണെങ്കിൽ മനസ്സിലാക്കാം. ഇത്രയും നീണ്ട പ്രക്രിയ നടന്നു. ഇത്രയും രേഖകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. 2023 നവംബർ 1 ഒരു റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് മീഡിയയ്ക്കൊക്കെ ലഭ്യമാക്കി നിങ്ങളെല്ലാം വാർത്ത കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തിരുന്നു. കേരളാസ് ജേർണി ടുവേർഡ്സ് പോവർട്ടി, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട്. എക്കണോമിക് റിവ്യൂ എല്ലാ വർഷവും ഇത് സംബന്ധിച്ച പുരോഗതി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും 2022-ലുണ്ട്, 2023-ലുണ്ട്, 2024-ലുണ്ട്. ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതാണ്. അന്നൊന്നും പ്രതിപക്ഷത്തിന് ചോദ്യങ്ങളുണ്ടായില്ല. അന്നൊന്നും ഇപ്പറഞ്ഞ ആളുകൾക്ക് ചോദ്യങ്ങളോ വിമർശനങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും കാലം ഇവരെന്തെടുക്കുകയായിരുന്നു? ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, ഇതെല്ലാം കള്ളക്കണക്കാണ് എന്ന് പറഞ്ഞാൽ ഈ കണക്ക് ഇന്നുണ്ടാക്കിയതല്ലല്ലോ, ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കണക്കാണെങ്കിൽ ശരിയാണ്. 4 കൊല്ലം ഇവരെവിടെയായിരുന്നു? ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിലെ പ്രതിപക്ഷം ഭരിക്കുന്ന 40%-ഓളം തദ്ദേശ സ്ഥാപനങ്ങളില്ലേ? ആ 40%-ഓളം തദ്ദേശ സ്ഥാപനങ്ങൾ അഭിമാനത്തോടെ ഇത് ഏറ്റെടുക്കുകയും അവിടെയും ഇത് നിർവഹിക്കുകയും ആ തദ്ദേശ സ്ഥാപനങ്ങളെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കഴിഞ്ഞ ആഴ്ചയാണ് അല്ലല്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു
അല്ല, ഞാൻ നിങ്ങൾക്ക് വലിയ തിരക്കിനിടയ്ക്ക് ഒരു സമയം തന്നതാണ്. പറയാനുള്ള അവസരം തരിക എന്നുള്ളതൊരു മര്യാദയാണ്. പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നതെങ്കിൽ ശരി, അവസാനിപ്പിക്കാം. അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് വിശദമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടുകയാണല്ലോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ പ്രസക്തമായ കാര്യങ്ങളാണ്. അതേ കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഉത്തരവും അത് തന്നെയായിരിക്കും. അതാണ് കാര്യം. പുതിയ ചോദ്യങ്ങളല്ല വരുന്നത്. ചേരാനെല്ലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയായ എറണാകുളം ജില്ലയിലെ പഞ്ചായത്താണ് ചേരാനെല്ലൂർ. അവിടെ കഴിഞ്ഞ ആഴ്ച അതിദാരിദ്ര്യമുക്തമായിട്ട് ഞാനാണ് പ്രഖ്യാപിച്ചത്. അവർ ക്ഷണിച്ചിട്ടാണ് പോയത്. TJ വിനോദ് MLA, കോൺഗ്രസ് MLA, ശ്രീ IB ഈഡൻ MP അവരുടെ സാന്നിധ്യത്തിലാണ്. ഇത് കള്ളക്കണക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമോ? അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ UDFൻ്റെ ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതികളും മുനിസിപ്പൽ ഭരണസമിതികളും കൂടി നടത്തിയ പ്രവർത്തനത്തെയാണ് ഇപ്പോൾ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തള്ളിപ്പറയുന്നതും ഒറ്റയടിക്ക് റദ്ദാക്കുന്നതും. ശരി, ഞാൻ അങ്ങയോട് ചോദിക്കാം. ഇപ്പോൾ GR അനിൽ സഭയിൽ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിദരിദ്ര വിഭാഗക്കാർക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന ചോദ്യത്തിൽ ഈ അതിദരിദ്രരുടെ കണക്ക് അങ്ങ് പറയുന്ന കണക്കായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ NFSAയുടെ കീഴിൽ AAY, PHS വിഭാഗങ്ങളിലാണ് ദരിദ്ര വിഭാഗങ്ങൾക്കുള്ള റേഷൻ കാർഡുകൾ അനുവദിച്ചു വരുന്നത്. ദരിദ്രരിൽ അതിദരിദ്രരായിട്ടുള്ളവർക്കാണ് AAY കാർഡുകൾ നൽകി വരുന്നത്. അപ്പോൾ ആ കണക്കനുസരിച്ച് പിന്നീട് അത് അവസാനിക്കുമ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അതിദരിദ്രർക്കായി 58,329 AAY കാർഡുകൾ നൽകിയിട്ടുണ്ട്. AAY കാർഡിന് അർഹതയില്ലാത്തവർക്ക് PHS കാർഡുകൾ അനുവദിച്ചു വരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പുതുതായി അനുവദിച്ചതും തരം മാറ്റി നൽകിയതും ഉൾപ്പെടെ 6,40,786 PHS കാർഡുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ അതിദരിദ്രരുടെ കണക്ക് വേറെയാണല്ലോ ഇതിൽ. ഞാൻ പറഞ്ഞല്ലോ, 2021 അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു പ്രക്രിയയിലൂടെ കണ്ടെത്തിയത് ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യങ്ങൾ കിട്ടാത്തവരെയാണ്. AAY ഒരു സർക്കാർ പദ്ധതിയുടെ ആനുകൂല്യമാണല്ലോ. അത് അല്ലെങ്കിൽ വേറൊരു സർക്കാർ പദ്ധതിയാണല്ലോ. ഒരു പദ്ധതിയും സ്പർശിച്ചിട്ടില്ലാത്ത മനുഷ്യരെയാണ്, അടിസ്ഥാന രേഖ പോലും ഇല്ലാത്തവരെയാണ്. AAYയുടെ റേഷൻ കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണ്ടേ? 21,000 ചില്ലാനം പേർക്ക് ഇക്കൂട്ടത്തിൽ റേഷൻ കാർഡ് ഇപ്പോഴാണ് കൊടുത്തത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൊടുത്തത്. ഒരു രേഖ പോലും ഇല്ലാത്ത കുടുംബങ്ങളും മനുഷ്യരുമുണ്ട്. അവരെയാണ് ഇതിലൂടെ അതിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. ശരി, അപ്പോൾ അതിനെ വിളിക്കുന്നത്, അല്ല, പ്രതിപക്ഷം അതിനെ വിളിക്കുന്ന അഗതികൾ എന്നാണ്. അഗതികളെ സംരക്ഷിക്കുന്നു. കാരണം പലരെ അഗതി എന്ന പ്രയോഗമാണ് നടത്തുന്നത്. CP ജോൺ ഉണ്ട് നമ്മുടെ ചർച്ചയിൽ, ശ്രീ MP രാജേഷ്. അവരെ അഗതികൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള ഭൂമി, ജീവിക്കാനുള്ള ഭക്ഷണം മാത്രമല്ലല്ലോ, ജീവിക്കാനുള്ള ഭൂമി വേണം, ആരോഗ്യം, ഇതെല്ലാം ചേർന്നുകൂടിയാണല്ലോ ഒരു അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാകുക എന്ന് പറയുന്നത്. അപ്പോൾ അഗതികളുടെ കണക്കാണോ ഈ 64,000 കാര്യങ്ങളെ? ഈ നാട്ടിലെ ഇത്രയും കാലം ഇത്രയും ആളുകൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്ന് നടപ്പാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയോ വസ്തുതകൾ ശേഖരിക്കാതെയോ നമ്മൾ പറയാമോ? ഞാൻ കണക്കുകൾ പറയാം. ഇതെല്ലാം വേണം, ശരിയാണ്. ക്ലേശ ഘടകങ്ങൾ നിശ്ചയിച്ചപ്പോൾ ഭക്ഷണം മാത്രമല്ല കണ്ടിട്ടുള്ളത്, ആരോഗ്യ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവർക്ക് വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം, ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഞാനിപ്പോൾ കണക്കങ്ങ് പറഞ്ഞേക്കാം. ഇപ്പോൾ വീട് 4,677 പേർക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി. വീടും ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമിയും വീടും കൂടി 2,713 പേർക്ക് അത് ഉറപ്പാക്കിയിട്ടുണ്ട്. വീട് പുനരുദ്ധാരണത്തിന് 5,646 പേർക്കാണ്, കുടുംബങ്ങൾക്കാണ് 2 ലക്ഷം വീതം സഹായം നൽകിയത്. വരുമാനമില്ലാത്തവർക്ക് പ്രത്യേകമായ പദ്ധതി കുടുംബശ്രീ വഴി, ഉജ്ജീവനം വഴി ആവിഷ്കരിച്ച് 4,394 കുടുംബങ്ങൾക്കാണ് വരുമാനം ഉറപ്പാക്കിയത്. അതുപോലെ അവകാശ രേഖകൾ കൊടുത്തത് 21,263 പേർക്കാണ്. ഭക്ഷണം 20,648. ചികിത്സ ഈ 64,006 കുടുംബങ്ങളിലെ 85,721 പേർക്ക് തുടർച്ചയായ മരുന്നും ചികിത്സയും ഉറപ്പാക്കുന്നു.
അതിൽ 7 പേർക്ക് അവയവദാന ശസ്ത്രക്രിയ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഈ പദ്ധതിയിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ്. 7 ലക്ഷവും 10 ലക്ഷവും ഒക്കെ അനുവദിച്ച കേസുകളുണ്ട്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 7 പേരുടേത്. 5777 പേർക്ക് പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അഗതി മാത്രമായിട്ടല്ല കാണുന്നത്. ശരി, അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കൂടി അങ്ങ് മറുപടി ശ്രീ CP ജോണിനും അങ്ങയുടെ ഒരു ചോദ്യമുണ്ട്, അങ്ങേക്ക് പറ്റുമെങ്കിൽ അതിനു കൂടി മറുപടി നൽകണം. ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ 5% മാത്രമേ ഇതിൽ പെടുന്നുള്ളൂ, അതൊരു പ്രധാന വിമർശനമായി അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുകയാണ്. അവർക്കുള്ളൊരു മറുപടി. അല്ല, അപ്പോൾ ആദിവാസി വിഭാഗങ്ങളുടെ ഒഴികെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തീർപ്പായി എന്ന് കണക്കാക്കാമല്ലോ അല്ലേ? ഇനി അതാണ് അവശേഷിക്കുന്നൊരു പ്രശ്നം. അക്കാര്യത്തിൽ ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞത് ആവർത്തിക്കുന്നു. നിലവിലൊരു പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാത്തവരെ പരിഗണിച്ച സമയത്ത് ഗ്രാമസഭകൾ തിരഞ്ഞെടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചു വന്ന പട്ടികയാണിത്. അതിൽ ഇത്രയും പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ ഇതിനൊരു സംവിധാനമുണ്ട്, ഇങ്ങനൊരു പദ്ധതി നിലവിലുണ്ട്. ആരെങ്കിലും ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ന്യായം. നേരത്തെ പറയാമായിരുന്നു ഈ പട്ടിക പൂർണ്ണമല്ല എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ബഹുമാനായ ശ്രീ CP ജോണിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് UDF-നൊക്കെ ഈ 4 കൊല്ലം അവരുടെ ഭരണസമിതികൾ കൂടി പങ്കാളിയായതല്ലേ? ഇപ്പോൾ വയനാട്ടിലൊക്കെ അവരുടെ പഞ്ചായത്തുകളില്ലേ? അപ്പോൾ അവർക്ക് പറയാമായിരുന്നതല്ലേ? ശരി, അതിൽ നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ശ്രീ CP ജോൺ, ഇതാണ് പ്രതിപക്ഷത്തോടുള്ള പൂർണ്ണത, ഈ പട്ടിക പൂർണ്ണമായിട്ടുണ്ടോ? പ്രതിപക്ഷത്തോടുള്ള മറുപടി അതാണ്. നിങ്ങൾക്ക് പറയാൻ സമയമുണ്ടായിരുന്നു, അപ്പോഴൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ല. ഇവിടെ ഈ പാനലിലെ പൊടിവാറ എന്ന നമ്മുടെ പത്രപ്രവർത്തകൻ പാണഞ്ചേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്നും 32 പേരെ തിരഞ്ഞു കൊടുത്ത് ആരും വന്നില്ല എന്ന് ബഹുമാനായ മിനിസ്റ്റർ വരുന്നതിന് തൊട്ട് മുമ്പ് കൂടെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവരാണ്, ആരും മാറി നിന്നവരല്ല. പക്ഷേ ആശ്രയ പദ്ധതി 2002-ൽ തുടങ്ങുന്ന കാലഘട്ടത്തിൽ 2.5% പേരെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്. ആ ലൊക്കേറ്റ് ചെയ്തവരിൽ പെടാത്തവരെ കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ താങ്കൾ വരുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞ കാര്യമാണ്. ആശ്രയ പദ്ധതിയുടെ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ആ കോൺസെപ്റ്റ് അനുസരിച്ച് ഓരോ ഹൗസ് ഹോൾഡിനും ഓരോ പ്ലാൻ, അത് ജനറൽ പ്ലാൻ അല്ല. ആ തരത്തിൽ ഒരു കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ പദ്ധതി പ്രവർത്തനത്തിലെ ഒരു വലിയ മാറ്റം, ഒരു വീടിനെ, ഒരു ഹൗസ് ഹോൾഡിനെ ഒരു പദ്ധതി ഉണ്ടാക്കുക എന്ന സങ്കല്പം കൊണ്ടുവന്നത് ആശ്രയാണ്. അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ കുടുംബശ്രീയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ നേതൃത്വം കൊടുത്ത SM വിജയാനന്ദും TK ജോസിനെ കുറിച്ച് ഞാൻ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് പൂർത്തിയാക്കുന്നതിന് പകരം അതിൽ നിന്ന് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വളരെ ചെറിയൊരു ലിസ്റ്റ് 64,000 പേര് വന്നു. അവർക്ക് കിട്ടുന്നതിൽ യാതൊരു വിരോധവുമില്ല. എന്തായാലും താങ്കൾ ഇപ്പോൾ അവസാനിപ്പിച്ചതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 64,000-നെ 1,00,000 പേരെയും കൂടെ ചേർക്കാമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് 64,000 പേരല്ല, 64,000 ഹൗസ് ഹോൾഡ് അല്ല. അത് വർദ്ധിപ്പിക്കണമെന്ന പൊതുബോധം, അത് പൊതു ആവശ്യം എന്നെ അത്ഭുതപ്പെടുത്തി. വിദഗ്ധന്മാർ KP കണ്ണൻ മുതൽ ജയദേവ മുതൽ എല്ലാവരും, ഗീതാമന്ദൻ, ഞാൻ പേര് മുഴുവൻ പറയുന്നില്ല, വലിയ ഒരു ടീം ഓഫ് എക്സ്പെർട്സ് അത് പറഞ്ഞ സാഹചര്യത്തിൽ ഇത് പുനഃപരിശോധിക്കണം. അതിദാരിദ്ര്യം എന്ന് പറയുന്ന 65,000 അല്ല, അതിലധികം ഉണ്ടെങ്കിൽ ഞങ്ങളത് ചേർക്കാം എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യാം. അതല്ലാതെ ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് എന്നുള്ള ആ ഒരു പരസ്യവാചകത്തോട് യോജിക്കാൻ. പക്ഷേ ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ മിനിസ്റ്റർ. ശ്രീ MP രാജേഷ്, അങ്ങേക്ക് അത് വിശദീകരിക്കാം. അതോടൊപ്പം തന്നെ മിനിസ്റ്റർ ഇതൊരു തുടർ പരിപാടി കൂടിയാണല്ലോ. ഈ 64,000 പേരെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യമുക്തരാക്കി എന്ന് പറയുമ്പോൾ വീണ്ടും അതിലേക്ക് പോകാതിരിക്കുക എന്നൊരു പരിപാടി കൂടിയുണ്ടല്ലോ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനത് പറയാം. അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഇവിടെ പറയുന്ന കാര്യം, വിദഗ്ധരുടെ കത്ത് എന്നൊന്നും പറയുന്നതിൽ ഒരു കഥയില്ല കേട്ടോ. ഞാൻ ആ കത്ത് മുഴുവൻ വായിച്ചു നോക്കി. അവരുടെ ഒരു ചോദ്യം, പ്ലാനിംഗ് ബോർഡുമായിട്ട് ഇക്കാര്യം ആലോചിച്ചിട്ടുണ്ടോ എന്നാണ്. ശ്രീ CP ജോൺ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്ന ഒരാളാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്ലാനിംഗ് ബോർഡ് പ്ലാനിൽ പണം വകയിരുത്തിയിട്ട് കഴിഞ്ഞ് 2 വർഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. എക്കണോമിക് റിവ്യൂവിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പുരോഗതിയും ഒക്കെ വിവരിക്കുകയാണ്.
എക്കണോമിക് റിവ്യൂ തയ്യാറാക്കുന്നത് പ്ലാനിംഗ് ബോർഡാണ്. അപ്പോൾ അതാണ് ആ കത്തിൻ്റെ ഒരു അവസ്ഥ. അത്രമാത്രം അലക്ഷ്യമായിട്ട് ഒരു വസ്തുതയും നാട്ടിൽ നടക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരു രാഷ്ട്രീയ പ്രചാരവേല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിപ്പോയി അവരുടെ കത്ത്. പ്രതിപക്ഷത്ത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പ്രതിപക്ഷത്തിനും ഈ 4 കൊല്ലം അസംബ്ലിയിൽ എക്കണോമിക് റിവ്യൂ വെച്ചിട്ടുള്ളതല്ലേ, ഇത് ചോദ്യം ചെയ്യാമായിരുന്നില്ലേ, ഈ ലിസ്റ്റ് പോരാ, ഇത്രയല്ല ഉള്ളൂ എന്നൊരു അഭിപ്രായമുണ്ടെങ്കിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ബഹുമാനായ ശ്രീ CP ജോൺ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അസംബ്ലിയിലില്ല, പക്ഷേ UDF ഉണ്ടല്ലോ. ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പൊതുമധ്യത്തിൽ ഇതെല്ലാം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന ശ്രീ CP ജോൺ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ. അസംബ്ലിയിൽ കൊടുത്ത മറുപടി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഷൊർണൂർ MLA, താങ്കളുടെ പഴയ നാട്ടിലെ MLA, ആ ഷൊർണൂർ MLAക്ക് കൊടുത്തിട്ടുള്ള കണക്ക് വെച്ച് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത് 5,91,000 കഴിഞ്ഞ പ്രാവശ്യം പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതാണ്ട് 4.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.5%, 3%. അപ്പോൾ അതിനെ വളരെ ചെറിയ ഒരു നമ്പറിലേക്ക്, ഒരു 0.6 അല്ലെങ്കിൽ 0.7% കുറച്ചത് ഉചിതമായില്ല. അത് തീർത്താൽ കേരളത്തിലെ അതിദാരിദ്ര്യം തീരും എന്ന് പറയുന്നതിൻ്റെ പിന്നെ സിനിമ നടന്മാർ വരുന്നത് അതൊക്കെ വേറെ സബ്ജക്റ്റാണ്, താങ്കളോട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയത്തിൽ പറയേണ്ടതല്ല. എന്തായാലും ഞങ്ങളുടെ ഇപ്പോൾ നേരത്തെ ഈ പാനലിൽ തന്നെ ഇപ്പോഴും പാനലിൽ പിന്നെ സന്നിഹിതനായിട്ടുള്ള പൊടിവാറ, അദ്ദേഹം ജേർണലിസ്റ്റുമാണ്, രാഷ്ട്രീയം അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാണഞ്ചേരി പഞ്ചായത്തിൽ 15-ാം വാർഡിൽ കൊടുത്തതൊന്നും വന്നില്ല. ശരി, അതാണ് പ്രശ്നം, ഇടപെടാഞ്ഞിട്ടല്ല. ശരി, അദ്ദേഹം പറയട്ടെ. മിനിസ്റ്റർ പറഞ്ഞോളൂ. നോക്കൂ ഇവിടെ എന്താ, ഞാൻ ആവർത്തിച്ചു, AY ഒരു പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്നവരാണ്. AY റേഷൻ കാർഡുള്ള എത്ര പേരുണ്ടെന്ന് ചോദ്യത്തിനാണ് മറുപടി കൊടുത്തത്. ഇവിടെ പറഞ്ഞത് എന്താ, ഒരു തരത്തിലുള്ള ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം ഇന്നേ വരെ കിട്ടാത്ത ആളുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഇവിടെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത്. അവരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ് ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത്. ശരി, ഞാൻ എൻ്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. എന്താണ് തുടർ പരിപാടി എന്നുള്ളത്? തീർച്ചയായിട്ടും ഇത് നിലനിർത്തുക എന്നത് ഒരു ഉത്തരവാദിത്വമാണ്. അതിനാവശ്യമായിട്ടുള്ള തുടർ പ്രവർത്തനം ഉണ്ടാവും. ആ തുടർ പ്രവർത്തനം വിശദമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. മിസ്റ്റർ, വേറൊരു കാര്യം കൂടി സർക്കാർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അത് അങ്ങ് പൂർത്തിയാക്കിയെങ്കിൽ ഈ നാളെ ഇപ്പോൾ അത് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളത് മാറ്റിവെക്കുകയും ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടി, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നൊരു ആരോപണമാണ് ശക്തമായി വരുന്നത്. മാത്രമല്ല, അതിദാരിദ്ര്യമുക്തമാക്കുക എന്നൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അത് സിനിമാ താരങ്ങളെ ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള മറ്റൊരു രൂപത്തിലുള്ള ആഘോഷമാക്കി മാറ്റുന്നതിനോടും ചിലർക്ക് വിയോജിപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് തന്നെ വരുന്ന വിയോജിപ്പാണ്. അതിനോട് എന്താണ് ഒരു മറുപടി? ഒന്ന്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് പറയുമ്പോൾ തോന്നുക ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കണക്കിലെടുത്തിട്ട് നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യമുക്തമാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് തീരുമാനിച്ചതെന്നാണ്. ഞങ്ങൾ 4 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച കാര്യമാണ്. നിങ്ങളുടെ പഴയ ഫയലുകൾ എടുത്തു നോക്കിയാൽ 2ാം പിണറായി ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത 1ാമത്തെ തീരുമാനമായിരുന്നു ഇതെന്ന് അറിയാൻ പറ്റും. ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചതാണ്. എന്ന് 2021 മെയ്യിൽ പ്രഖ്യാപിച്ചതാണ്. ഇത് ലക്ഷ്യം കൈവരിക്കേണ്ട തീയതി, ടാർഗറ്റ് നവംബർ 1, 2025 എന്നത്. അപ്പം അന്നേ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന കണക്കാക്കി പ്രഖ്യാപിച്ചു എന്നാണോ ഈ പറയുന്നത്? എന്തൊരു ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതെല്ലാം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചടങ്ങിൽ ഇപ്പോൾ ഇവരെല്ലാം വെറും സിനിമാ താരങ്ങൾ മാത്രമായി മാറിയോ? മമ്മൂട്ടി വെറും ഒരു സിനിമാ താരമാണോ മലയാളിക്ക്? മോഹൻലാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ള ആളല്ലേ? കമൽഹാസൻ വെറും ഒരു ശരാശരി സിനിമാ നടൻ മാത്രമായിട്ടാണോ കാണുന്നത്? അപ്പം നമ്മൾ അതൊക്കെ രാഷ്ട്രീയമായ അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ എന്തും ഏതറ്റം വരെയും പോകാം എന്ന് വന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ അമർത്യാസനെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിച്ചത് ശ്രീ CP ജോൺ. അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നല്ല കാര്യമായിരുന്നു. അതൊരു അബറേഷനായി.
അത് വാസ്തവത്തിൽ അമർത്യ സെന്നിനെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചെങ്കിൽ അത് വളരെ ശരിയായിട്ടുള്ളൊരു നീക്കമാകുമായിരുന്നു. ഞാനും അദ്ദേഹത്തെ വന്ന് കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എം.പി. രാജേഷിൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു ആഘോഷ പരിപാടിയിൽ അതിസമ്പന്നരല്ലാത്തവരെ അതിദരിദ്രരില്ലാത്തവരെന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അതിസമ്പന്നരെ വേണമായിരുന്നോ? വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. തർക്കം ഉണ്ടാവാം. പക്ഷേ ഒരു സാംസ്കാരിക പരിപാടിയാണ്, ശരിയാണ്. ഞാൻ നേരത്തെ താങ്കൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു സാക്ഷരത പ്രഖ്യാപിച്ചത്, കേരളം സാക്ഷരത നേടിയെന്ന് പറഞ്ഞത് നവസാക്ഷരയായ ഒരു സ്ത്രീയായിരുന്നു. അതൊരു ബ്യൂട്ടിയായിരുന്നു. ഇടതുമുന്നണി ഗവൺമെൻറ് തന്നെയാണ് ചെയ്തത്. അതിന് പകരം ഇതൊക്കെ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരു തരത്തിൽ അതിദാരിദ്ര്യത്തെ കൂടി ആ പ്രോഡക്റ്റിൻ്റെ ഇല്ലായ്മ കൂടി ആ പ്രോഡക്റ്റിൻ്റെ ഒരു കേമമായി പ്രചരിപ്പിക്കുന്നതിനോട് എന്തോ എൻ്റെ ഒരു തെറ്റായ ചിന്താഗതിയായിരിക്കാം ഞാൻ വിമർശനമായിട്ട് പറയുന്നത്. അംഗീകരിക്കണമെന്നില്ല. ശരി മിനിസ്റ്റർ, അങ്ങേക്ക് മറുപടി നൽകാം. പ്രതിപക്ഷത്തിനുള്ള മറുപടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു എന്ന് അങ്ങ് വിശദീകരിച്ചതാണ്. അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ. ഈ സർക്കാരിന്റെ രീതി അതാണ്, ആഘോഷിക്കാനുള്ളതാണ് എന്നുകൂടി അതിനെ കാണുകയാണ്. മിനിസ്റ്റർ എത്രയായാലും മിനിസ്റ്റർ എന്തായാലും CP ജോൺ CP ജോണിന്റെ അഭിപ്രായ വ്യത്യാസം അതിലേക്ക് ചുരുങ്ങിയല്ലോ. അത് സന്തോഷമുള്ള കാര്യമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അത് നിങ്ങളിത് ആഡ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ല നോ വിട്ടിട്ടില്ല. നോ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാറ്റിലും ഉറച്ചു നിൽക്കുകയാണ്. 64,000 അല്ല, ഇതൊരു ഏതാണ്ട് 5 ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട്. അതിലേക്ക് എത്തുമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അതാണ് 2.5% എന്ന് ആശ്രയ കണ്ടെത്തിയത്. 64,000 ചുരുങ്ങിയത് വളരെ തെറ്റായിപ്പോയി. നീതി ആയോഗിൻ്റെ ശ്രീ CP ജോണിന് അറിയായിരിക്കും, നീതി ആയോഗ് 2021 കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം കണക്കാക്കിയത് 0.71%. അതിനേക്കാൾ കൂടുതലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ കണക്കെന്ന് കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റായില്ലേ എന്ന് പറഞ്ഞാൽ നീതി ആയോഗിൻ്റെ കണക്കിൽ നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് തന്നെയാണ് ഞാൻ നേരത്തെ 0.7 എന്ന് പറഞ്ഞത്. നീതി ആയോഗിൻ്റെ കേരള അത് 0.01 കൂടുതലാണ്, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതല്ല ശരി. നമുക്ക് ഒരു 4-5% ആൾക്കാരുണ്ട്. അതിന് ഏറ്റവും ചുരുക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ തന്നെ 2-3% ഉണ്ട്. അതിൽ പട്ടികജാതിക്കാർ ആകെ 1.5% ഉള്ളൂ. അവരിലെ ഒരു 50%എങ്കിലും ഇത് അർഹിക്കുന്നുണ്ട്. പട്ടികവർഗക്കാരുടെ 1.5%, പട്ടികവർഗക്കാർ 10% ഉണ്ട്. അവരുടെ ഒരു 30-40% ഇത് അർഹിക്കുന്നുണ്ട്. ബാക്കി അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, മത്സ്യത്തൊഴിലാളികൾ, അവരെല്ലാം ഇത്തരത്തിലുള്ള ഒരു ഷെയർ അർഹിക്കുന്നുണ്ട്. അതെല്ലാം എടുത്തിരുന്നെങ്കിൽ ഒരു 5 ലക്ഷം വീട്ടുകാരെടുത്തിരുന്നെങ്കിലും ഇത് ചെയ്യാമായിരുന്നു. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ശരി, വളരെ നന്ദി മിനിസ്റ്റർ. വളരെ വിശദമായി തന്നെ ഇപ്പോൾ പ്രതികരിച്ചതിന് വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ CP ജോണിനും നന്ദി. അതോടൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത ബാക്കി എല്ലാവർക്കും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.